രാജ്യത്തെ ദശലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയ നീറ്റ് യു.ജി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സുപ്രീം കോടതി. മുൻപുണ്ടായ വീഴ്ചകളിൽ നിന്ന് ഒട്ടും പാഠം പഠിക്കാൻ NTA തയ്യാറായിട്ടില്ലെന്ന് ജസ്റ്റിസ് PS നരസിംഹ നിരീക്ഷിച്ചു. തുടർച്ചയായുണ്ടായ ഇത്തരം ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും NTAയും സുപ്രീം കോടതി അടിയന്തര നോട്ടീസ് അയച്ചു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയും പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയും പൂർണ്ണമായും ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും സമർപ്പിച്ച ഒരു കൂട്ടം ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. പരീക്ഷാ ചോർച്ചകൾ ആവർത്തിച്ചുണ്ടാകുന്നത് തടയാൻ മുൻപ് സ്വീകരിച്ച നടപടികൾ എവിടെ എത്തിയെന്ന് കോടതി കൃത്യമായി വിലയിരുത്തുകയാണ്. മുൻപുണ്ടായ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് രൂപീകരിച്ച സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സുപ്രീം കോടതി ഇപ്പോൾ അന്വേഷിക്കുന്നത്. 2 വർഷം മുൻപ് സമാനമായ രീതിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ പരീക്ഷ നടത്തിപ്പിൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി സുപ്രീം കോടതി ഒരു പ്രത്യേക ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിരുന്നു. ഈ സമിതി മുന്നോട്ട് വെച്ച കർശനമായ നിർദ്ദേശങ്ങളും ശുപാർശകളിലും NTA ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമിതി ചെയർമാൻ ഡോക്ടർ K. രാമകൃഷ്ണനോട് സുപ്രീം കോടതി കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന മേൽനോട്ട സമിതിയെ NTA എത്രത്തോളം ഗൗരവത്തോടെയാണ് കണ്ടതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ മേൽനോട്ട സമിതിയുടെ നിലവിലത്തെ തൽസ്ഥിതി എന്താണെന്ന് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ NTAയോട് ജസ്റ്റിസ് PS നരസിംഹ ഉത്തരവിട്ടു. ഈ വിഷയത്തിൽ ഒട്ടും കാലതാമസം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വെറും 3 ദിവസത്തിനകം തന്നെ NTA ഇതിൽ ഔദ്യോഗികമായ മറുപടി നൽകണമെന്ന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഹർജിക്കാരുടെ ആവശ്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതിയുടെ അടുത്ത നീക്കം. ആവർത്തിച്ചുണ്ടാകുന്ന ക്രമക്കേടുകൾ വിദ്യാർത്ഥിയുടെ ഭാവിയെ ബാധിക്കുന്നതിനാൽ NTA പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കും സുപ്രീം കോടതി ഔദ്യോഗികമായി നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചകളിൽ നിന്നും NTA ഒരു പാഠവും പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്ന ഹർജിക്കാരുടെ വാദങ്ങൾക്ക് അടിവരയുന്നതായിരുന്നു കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ. ദേശീയ തലത്തിൽ നടക്കുന്ന ഇത്തരം വലിയ പരീക്ഷകളുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഭീഷണിയാകുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ആവർത്തിച്ചുണ്ടാകുന്ന ക്രമക്കേടുകൾ കാരണം പരീക്ഷ നടത്തിപ്പ് ഏജൻസിയായ NTAയെ പൂർണ്ണമായും പിരിച്ചുവിടണമെന്ന ശക്തമായ ആവശ്യമാണ് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും NTAയുടെയും വിശദീകരണങ്ങൾ പരിശോധിച്ച ശേഷം ഈ ഹർജികളിൽ വരുന്ന വെള്ളിയാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അന്ന് കേസിൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കോടതി കടക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓരോ വർഷവും കഠിനാധ്വാനം ചെയ്ത് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച് കടുത്ത തയ്യാറെടുപ്പുകൾ ഒടുവിൽ പരീക്ഷ എഴുതുന്ന യോഗ്യരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് ഇത്തരം പരീക്ഷാ ചോർച്ചകൾ കരിനിഴൽ വീഴ്ത്തുന്നത്. പണവും സ്വാധീനമുള്ള ചിലർക്ക് വേണ്ടി പരീക്ഷാ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ തകരുന്നത് സാധാരണക്കാരായ ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ്. ദേശീയതലത്തിൽ മെഡിക്കൽ പ്രവേശനത്തിനായി നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷയുടെ സുതാര്യതയാണ് ഇവിടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്. കഠിനമായി പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം ക്രമക്കേടുകൾ വലിയ രീതിയിലുള്ള മാനസിക വിഷമമാണ് ഉണ്ടാക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുരക്ഷാ വീഴ്ചകൾ തുടർച്ചയായി ആവർത്തിക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതികളിലും NTA എന്ന ഏജൻസിയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഈ കർശനമായ ഇടപെടലോടെ പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിൽ വലിയൊരു മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടി വരും. വെറുമൊരു അന്വേഷണത്തിലോ ചില ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിലോ ഒതുക്കാതെ പരീക്ഷാ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകളെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള കടുത്ത നടപടികളാണ് ഉണ്ടാകേണ്ടത്. NTA പിരിച്ചുവിടണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിന്മേൽ വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വഴിത്തിരിവായേക്കാം. ഇനി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് വരുന്ന വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്ന വാദങ്ങളിലേക്കാണ്. കേന്ദ്ര സർക്കാരിന്റെയും NTAയുടെയും വിശദീകരണങ്ങൾ പരിശോധിച്ച ശേഷം കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.